السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സഫർ തിങ്ങളുടെ അവസാനത്തെ ബുധനാഴ്ച അഥവാ കൊനെയ ബുധവാര, ഒടുവിലെ ബുധനിട്ടാണ് ഇതിൻ്റെ പേര്, അഥവാ ഒടുക്കത്തെ ബുധനാഴ്ച. ഞങ്ങൾ പണ്ടിൽ പിന്നമേ കേട്ട് വന്ന ഒരു കാര്യമാണ് ഒടുക്കത്തെ ബുധനാഴ്ച. അണ്ട് കൊറിയ പരിശുദ്ധമായ ഖുർആൻ്റെ ആയത്തുകൾ ഒരു പ്ലേറ്റിൽ എഴുതിയിട്ട് അതിനെ തന്നിക്കൊണ്ട് മായച്ചിട്ട് കുടിക്കണമെങ്കിൻ്റെ പദ്ധതി പണ്ടിൽ പിന്നമേ തുടങ്ങി വന്നതാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ടോ അറബി തിങ്ങളുടെ അവസാനത്തെ ബുധനാഴ്ച, പ്രതി തിങ്ങളുടെ അവസാനത്തെ ബുധനാഴ്ച ഒടുവിലെ ബുധനാണ്, ഒടുക്കത്തെ ബുധനാഴ്ച ഉണ്ടാണ്. അതിൽ പ്രത്യേകിച്ചിട്ട് സഫർ തിങ്ങളുടെ അവസാനത്തെ ബുധനാഴ്ച അത് ഒടുവിലെ ബുധൻ അഥവാ ഒടുക്കത്തെ ബുധനാഴ്ചയാണ്. അപശകുനം ഉണ്ടാവണമെങ്കിൽ നാളാണ്. കാരണം എന്ത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പണി ബന്നരെ സഫറെ അവസാനത്തെ ബുധനാഴ്ചയാണ്. ആ പണി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. അതേ ഈ പണിയിലാണ് നബി തങ്ങൾ വഫാത്തായത്. അണ്ട് ആ സഫറിൻ്റെ അവസാനത്തെ ബുധനാഴ്ചയിലാണ് ഒരുപാട് രോഗങ്ങളും ഒരുപാട് ആഫത്ത് മുസീബത്തുകളും ഭൂമി ലോകത്തേക്ക് ഇറങ്ങി പണ്ടിട്ടാണ് മഹാന്മാർ പഠിപ്പാട്ടത്. തങ്ങൾക്ക് ആ രോഗത്തിൽ നിന്നിട്ട്, ആ മുസീബത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുവാനായിട്ട് മഹാന്മാർ തങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ പഠിപ്പാട്ടാറ്. അതിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ ഖുർആൻ്റെ സൂറത്ത് യാസീൻ ഒന്ന് ഫുള്ളായിട്ട് ഓതിരടക്ക് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം ചൊല്ല. ഈ ആയത്ത് ബറുമ്പത്തുകു അതിരെ 313 വട്ട അതിരെ ആവർത്തിച്ച് ഓതണം, അതിരെ റിപ്പീറ്റ് ആക്കണം 313 വട്ട. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം ഈ ആയത്തിരെ 313 വട്ട ഓതിട്ട് സൂറ യാസീൻ കംപ്ലീറ്റ് ആക്കണം. ഞങ്ങൾ ഓതിര ജാഗയിൽ ഒരു ഗ്ലാസ് തണ്ണി മുട്ട വെച്ചിട്ട് സൂറത്തുൽ യാസീൻ ഫുള്ളായിട്ട് ഓതിട്ട് ആ തന്നിക്ക് ഞങ്ങൾ ഊതി കൊടുക്കണം. അതിൽ പിന്നെ അല്ലാഹുമ്മ സ്രിഫ് അന്ന ശർറ മാ യൻസിലു മിനസ് സമാഇ വമാ യഖ്റുജു മിനൽ അർള് ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഈ ദുആ എന്നിട്ട് ആ തണ്ണിക്ക് ഊതിട്ട് അതിരെ ഞങ്ങളെ കുടുംബത്തെ ഔത്തുൽ ഞങ്ങൾ എത്ര ആളുള്ള എല്ലാവർക്കും ആ തന്നി കൊണ്ട് കുടിപ്പാട്ടണം. അതേപോലെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു 7 ആയത്തുകളുണ്ട്. സലാമത്ത് ആയത്തിൻ്റെയാണ് അതിൻ്റെ പേര്. ആ 7 ആയത്ത് ഇൻഷാ അല്ലാഹ് ഞാനിവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാട്ടി തണ്ടേ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, സലാമുൻ അലാ ഇബ്രാഹീം, സലാമുൻ അലാ മൂസാ വഹാറൂൻ, സലാമുൻ അലാ ഇല്യാസീൻ, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുആ ഖാലിദീൻ, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ പരിശുദ്ധമായ ഖുർആന്റെ 7 ആയത്തുകൾ ഒരു സാണുക് ഇതിരെ എഴുതിയിട്ട് ആ സാണുകത്തിൽ തന്നി പേത്തിട്ട് അതിനെ കലക്കിയിട്ട് എല്ലാം ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെ ഔത്തിൽ എത്തിരാറുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ആ തന്നിരെ നിങ്ങൾ കുടിപ്പാട്ടണം. ഇത് മഹാന്മാർ ഞങ്ങൾക്ക് പഠിപ്പാട്ടിയെ ഒടുക്കത്തെ ബുധനാഴ്ച അഥവാ ഒടുവിലെ ബുധനാഴ്ച ഞങ്ങൾ ആക്കണായ ഒരു പ്രധാനപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മറന്താണിത്. ഇത് ഞങ്ങൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തെ
ബലാഹ് മുസീബത്ത് ആഫത്തുകൾ അള്ളാഹു ഇല്ലാണ്ടാക്കുന്നുണ്ടാണ് മഹാന്മാർ ഞങ്ങൾക്ക് പഠിപ്പാട്ടിരോ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് എല്ലാ എൻ്റെ പരിശുദ്ധ മുഅ്മിനീങ്ങ ഒടുക്കത്തെ പൊതനാസരുണ്ട് ഈ കാര്യം ആറും ആക്കൊക്കെ മറക്കണ്ട ചെന്നിട്ട് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബൻ്റെ എല്ലാ ബലാഹ് മുസീബത്ത് ആഫത്ത് തൊട്ടിട്ടു അള്ളാഹു ഞങ്ങളെ സലാമത്താക്കട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.